ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസം ഞായറാഴ്ച 3 മെയ് 2026. ഈ മാസത്തെ 3-ാമത്തെ ദിവസം, ഈ വർഷത്തെ 123-ാമത്തെ ദിവസമാണ്. ഉയർപ്പിന് ശേഷം 29-ാമത്തെ ദിവസമാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ആരാധനാ വർഷത്തിൻ്റെ 27-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് എന്നുള്ള വിവരവും നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ഇന്നത്തെ ഞായറാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുതു ഞായറാഴ്ചയുടെ ശേഷം 3-ാം ഞായറാഴ്ച, അതായത് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം 3-ാം ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കുവാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വേദഭാഗമാണ്. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷമാണ് ഈ പ്രഭാതവചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ കേട്ടതായ വേദഭാഗം, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പാണ് നിങ്ങൾ ഈ പ്രഭാതവചനം കേൾക്കുന്നതെങ്കിൽ കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് നിങ്ങൾ തിരുത്തി വായിക്കേണ്ടതുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട്, ഗുരു, ഭക്ഷിച്ചാലും എന്ന് പറയുന്നു. യേശു മറുപടിയായിട്ട്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് ഈ വേദഭാഗത്തിൽ പറയുന്നു. ആ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നതാണ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 38 നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നാം ഇന്ന് വായിച്ചു കേൾക്കുവാൻ പോകുന്നതായ വേദഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ ആണ്. ഒന്നാമത്തേത്, നാം ഓരോരുത്തരും നമ്മുടെ ദൈവമായ കർത്താവിൽ ശരണം പ്രാപിക്കണം. രണ്ടാമത്തേത്, നാം ഓരോരുത്തരും നമ്മെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റണം. മൂന്നാമത്തേത്, നാം ഓരോരുത്തരും നമ്മളുടെ കടമ എന്താണ് എന്ന് മനസ്സിലാക്കി അത് പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നാം ഈ ലോകത്തിലെ നമ്മുടെ ദൗത്യം കംപ്ലീറ്റ് ആകത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? അവൻ്റെ പിതാവ് അവനെ ഈ ലോകത്തിലേക്ക് അയച്ചതായ എല്ലാ കാര്യങ്ങളും, ആ ദൗത്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ വിശ്രമിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത്. അങ്ങനെ നാം ഓരോരുത്തരും നമ്മളുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് 3-ാമത്തെ കിരീടം ലഭിക്കുന്നതിന് വേണ്ടി ആരും നമ്മളെ തടസ്സപ്പെടുത്തുകയില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ശരീരത്തിന് വേണ്ടിയും ആത്മാവിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. എന്നാൽ നാം ഈ ലോക ജീവിതത്തിൽ ശരീരത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനാൽ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാതെ പോകുന്നു. അതിന് കാരണം നാം നമ്മുടെ ദൗത്യം മറന്നുപോകുകയും ഏത് കാര്യത്തിനാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത് എന്നത് തീരുമാനിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ നാം ആത്മാവിന് വേണ്ടതായ പോഷണം ലഭിക്കാതിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നത്. എന്നാൽ യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവനെ അയച്ചവനെ തിരിച്ചറിയുന്നു. നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ? നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നത് കാണും. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നുവെന്ന് 35 മുതൽ 38 വരെയുള്ള വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് കൊയ്ത്തിന് ഭാഗമായ വയലുകൾ എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ഉത്സുകരായിരിക്കുന്ന ജനങ്ങളെ കാണിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന പരാമർശം വിതക്കാർ മശിഹായുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയ പ്രവാചകന്മാരും, എന്നാൽ അവർ മശിഹായുടെ വരവിനെ കണ്ടില്ല, അതുകൊണ്ട് അവർ കൊയ്തതുമില്ല. അപ്പോസ്തലന്മാർ മശിഹായുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിയില്ല. എന്നാൽ അനേകരെ അവരുടെ ജീവിതകാലത്ത്
ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിച്ചു. അതിനാൽ അവർ കൊയ്ത്തുകാരാണ്. മശിഹ വരുമെന്ന് എനിക്കറിയാം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4:25 കാണുന്നത് ഇപ്രകാരമാണ്. ശമരിയാക്കാരി സ്ത്രീയാണ് ഇത് പറയുന്നത്. മശിഹ വരുമെന്ന് എനിക്ക് അറിയാം. കാരണം പ്രവാചകന്മാർ വിതച്ചതിനാലാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വിതച്ചത് പ്രവാചകന്മാരും കൊയ്യുന്നത് അപ്പോസ്തലന്മാരുമാണ്. ഞാൻ ഇടപെടാതെ പ്രവാചകന്മാരെ, എൻ്റെ ദാസന്മാരെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് യെരമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 4 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ രക്ഷാസുവിശേഷത്തില് 4 അധ്യായം 36 പറയുന്നു എന്നത് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ഭാഗ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ പ്രകാരം നാം ഓരോരുത്തരും ജീവിക്കണം. അതായത് 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തു നിന്നും നാം ഓർത്തിരിക്കേണ്ടത്. നാം ഓരോരുത്തരും നമ്മുടെ ദൈവമായ കർത്താവിൽ ശരണം പ്രാപിക്കണം. നാം ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഇഷ്ടത്താലല്ല, എന്നാൽ ദൈവം ഓരോ നിയോഗം നമുക്ക് തന്നിട്ട് നമ്മളെ ഇവിടേക്ക് അയച്ചതാണ്. ആയതിനാൽ ദൈവമായ കർത്താവിൽ നാം ശരണം പ്രാപിക്കണം. രണ്ടാമത്തത്, നാം ഓരോരുത്തരും നമ്മെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റണം. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ദൗത്യം എന്താണെന്ന ആ 3-ാമത്തെ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങളാണ് തന്നിരിക്കുന്നത്. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ തൃപാദത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതായ ആ 3-ാമത്തെ കിരീടം നമുക്ക് സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും. അവൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് ഇരിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പ്രത്യാശയുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയാണ് വേണ്ടതെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നല്ല ഒരു ഞായറാഴ്ച നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.